ശ്ലോകം 2. വത്സാനവീക്ഷ്യ, പശുക്കുട്ടികളെ കാണാതായി. ആരാണ്? ഗോവന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. നോക്കിയതായ സമയത്ത് തങ്ങൾ നിർത്തിയതായ സ്ഥാനത്ത് ഒരു പശുക്കുട്ടിയുമില്ല. വിവശേ പശുപോൽക്കരേ, പശുവന്മാരുടെ ഉൽക്കരം. പശുക്കളെ പാലിക്കുന്നവർ, ഗോക്കളെ പാലിക്കുന്നവർ, അവരുടെ ഉൽക്കരം കൂട്ടം. അങ്ങനെ എല്ലാ ഗോവക്കുട്ടികളും വിവശരായി. വീട്ടിൽ പോയാൽ ഒരു പശുവുള്ളവരൊക്കെ ഉണ്ട്. അച്ഛനോടും അമ്മയോടും എന്താ പറയുക? അങ്ങനെ പശുക്കുട്ടികളെ കാണാതെ ആയതായ സമയത്ത് താൻ അനേതു കാമയുവധാതൃമതാനുവർത്തി, ഗോവന്മാർ തന്നെ ആ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ധാതൃമതാനുവർത്തി, ബ്രഹ്മാവിൻ്റെ അഭിപ്രായം എന്താണ്, ബ്രഹ്മാവ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ മറച്ചത് എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് എന്താണ്, ഈ കുട്ടികളെ കൂടി മറയ്ക്കണം. അതാണ് ബ്രഹ്മാവിൻ്റെ ആവശ്യം. പക്ഷെ ഭഗവാൻ ഉള്ളപ്പോൾ ആ കുട്ടികളെ മറയ്ക്കാൻ പറ്റില്ല. എവിടെ ഭഗവാനുണ്ടോ ആ ഭാഗത്ത് ഈ മറ്റു ദേവന്മാരുടെയോ അസുരന്മാരുടെയോ മായ പ്രയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പോയിക്കൊണ്ടിരാം. അനേതു കാമയുവ, അവരെ ആനയിക്കാൻ, ആ വത്സക്കുട്ടികളെ ആനയിക്കാൻ ആഗ്രഹമുള്ളവനെ പോലെ. അനേതു കാമഹ ഇവ, വാസ്തവത്തിൽ എന്താണ്? ധാതുർമതാനുവർത്തി, ബ്രഹ്മാവിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനെ സാധിപ്പിക്കുക. അതാണ് ആവശ്യം. ഹേ ഭഗവൻ, ത്വം സാമിഭുക്തകബളോ, ത്വം സാമിഭുക്തകബളഃ. സാമി പകുതി, സെമി ഇംഗ്ലീഷ് വാക്കാണ്. ആ ഇംഗ്ലീഷ് വാക്ക് അതാണ് സാമി. വാസ്തവത്തിൽ സംസ്കൃതത്തിൽ ഇംഗ്ലീഷിലേക്ക് പോയതാണ്. അതാണ്. ഏത് ഭാഷ നോക്കിയാലും അതിൽ സംസ്കൃതത്തിൻ്റെ പദങ്ങൾ കാണാം. മലയാളത്തിൽ 80% 80% സംസ്കൃത പദങ്ങളാണ്. ആ ക്രിയാപദങ്ങൾ മാത്രമാണ് വേറെ നിൽക്കുന്നത്. ക്രിയാപദങ്ങളും അനേകം ക്രിയാപദങ്ങൾ മലയാളത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രത്യയങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. ത്വം സാമിഭുക്ത കബളോ, പകുതി ഭുജിച്ചതായ ഉരുള, ചോറ്റുള്ള. അപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരും കഴിഞ്ഞ തവണ നമുക്ക് കണ്ടു. ഇടത്തെ കയ്യിൽ ആ ചോറ്റുള്ള വെച്ചു. അതിന് വേണ്ടതായ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പേരികൾ മുതലായതെല്ലാം ഒന്നുകിൽ വിരലിൽ അല്ലെങ്കിൽ ആ ചോറിലിങ്ങനെ പതിച്ചു. അങ്ങനെ കുറച്ചുണ്ടു ഭഗവാൻ. അപ്പോഴാണ് ഈ വിധത്തിൽ പശുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞു. ഗതവാൻ തദാനീം, ഭഗവാൻ ഞാൻ നോക്കി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. എപ്പോൾ ഭഗവാൻ മുന്നോട്ട് പോയോ, ബ്രഹ്മാവ് ഭുക്താൻ തിരോധിത, ഭുക്താൻ കുമാരാൻ തിരോധിത, ആ ഭുജിച്ചുകൊണ്ടിരുന്ന ആ ഗോപക്കുട്ടികളെയും മറച്ചു. പശുക്കുട്ടികളെ മറച്ചതായിട്ട് 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഗോപക്കുട്ടികളെയും മറയ്ക്കണം. അപ്പോഴേ കൃഷ്ണൻ്റെ ശരിയായ മാഹാത്മ്യം അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ അത് കൃഷ്ണൻ അവിടെ ഇരിക്കുന്നതായ സമയത്ത് ഗോപക്കുട്ടികളെ ഒരിക്കലും മറയ്ക്കാൻ സാധിക്കില്ല. അത് കൃഷ്ണൻ മനസ്സിലാക്കി. ധാതുർമതാനുവർത്തി,
ബ്രഹ്മാവിൻ്റെ അഭിപ്രായത്തിനെ അനുസരിക്കുന്നവനായിട്ട്. താൻ ആനേതു കാമഹ, ആ പശുക്കുട്ടികളെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ ഗോപക്കുട്ടികളെ സമാധാനിപ്പിച്ച് ത്വം സാമിഭുക്ത കബളോ, പകുതി ഉരുള ഉണ്ടു കഴിഞ്ഞ ആ ഭഗവാൻ ഗതവാൻ തദാനീം, ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ പോയി. തദാനീം, അപ്പോൾ സരോജഭവ, സരോജത്തിൽ നിന്ന് ഭവിച്ചവൻ. സരോജം സരസ്സിൽ നിന്ന് ജാതമായത്, താമര, താമരയിൽ നിന്ന് ഉണ്ടായവൻ, അതാണ് സരോജഭവ. താമരയിൽ നിന്ന് ഉണ്ടായതായ ബ്രഹ്മാവ്. താമര എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചമാണ് താമര. അത് പ്രളയകാലത്ത് മുഴുവൻ ഭഗവാന്റെ ജഠരത്തിലാണ്. ആ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ജഠരത്തിലാണ്. അപ്പോൾ താമര പ്രപഞ്ചത്തിൻ്റെ രൂപമാണ്. അതിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. അതിലാണ് ഈ ജീവാത്മാക്കളെയും എല്ലാം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. ആ ബ്രഹ്മാവ് ഉണ്ടുകൊണ്ടിരുന്നതായ ഗോപക്കുട്ടികളെയും മറക്കുകയുണ്ടായി.